ഓണാക്കിയാ ഈ നര കാണുന്നുണ്ടോ? ഓണ്ടല്ലേ? ഉള്ളതേ അതിനാ അറ്റത്ത് റൂട്ടിലായിട്ടില്ല. ഞാനിങ്ങനെ ചുറ്റിക്കുന്നത് കാണുന്നുണ്ടോ? നമസ്കാരം. മുടി നരയ്ക്കുന്നത് ഇപ്പോൾ ഫാഷനൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിലും നമുക്കതൊരു കോൺഫിഡൻസ് കുറവാണല്ലേ. എനിക്കങ്ങനെയാണ് കേട്ടോ. നരച്ച മുടിയും കൊണ്ട് പുറത്തിറങ്ങാൻ ഇപ്പോൾ എന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് നര തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ഇത് ഡൈ ഒഴിവാക്കിയിട്ട് എങ്ങനെയാണ് നമ്മൾ നര ഒഴിവാക്കിയിട്ട് പുറത്തിറങ്ങുക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, കരിച്ചീരകം ചേർത്തിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കടുകൊക്കെ ഇല്ലേ അതൊക്കെ പൊടിച്ചിട്ടുള്ളതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അതൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ചെയ്ത മെത്തേഡ് ഇങ്ങനെയാണ്. അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാൻ തോന്നി. മാക്സിമം നമ്മൾ ഡൈയിലേക്ക് പോകാത്തത് ഞാൻ നല്ലത്, അറിയാലോ അമോണിയ കണ്ടൻറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് ഒരുപാട് ഗുണത്തേക്കാളേറെ ദോഷം തന്നെയാണ്. അപ്പം നമുക്ക് നമ്മുടെ മെത്തേഡ് ഒന്ന് നോക്കാം. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ മൈലാഞ്ചിയാണ് ആദ്യം അപ്ലൈ ചെയ്യുന്നത്. അളവൊന്നും എഴുതി വെക്കേണ്ട, എളുപ്പമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ. 1.5 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തത്. അതിലേക്ക് 1.5 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ നമ്മുടെ ചായപ്പൊടിയും 1.5 ടീസ്പൂൺ കാപ്പിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കുക. അപ്പോൾ തിളക്കുന്ന അപ്പോൾ തന്നെ ഓഫ് ചെയ്യേണ്ട, കാരണം ഒന്ന് തിളച്ചിട്ട് ഈ ചായപ്പൊടിയുടെയും കാപ്പിപ്പൊടിയുടെയും ഒക്കെ ആ ഒരു മിക്സില്ലേ അത് നന്നായിട്ട് വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങി വരട്ടെ. ഒരു 4-5 മിനിറ്റ് ഒന്നങ്ങ് തിളക്കുമ്പോൾ തന്നെ അത് സെറ്റായിട്ടുണ്ടാവും. അപ്പം തന്നെ നമുക്കങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ 1.5 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് ഏതാണ്ട് 1 ഗ്ലാസ്സൊക്കെ ആയിട്ടുണ്ടാവും. അതവിടെ മാറ്റി വെച്ചിട്ട് ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണേ. ഇത് തന്നെയാണ് ഏറ്റവും നല്ലത്, കാരണം ഇരുമ്പിൻ്റെ കണ്ടൻറ്റും കൂടെ നമുക്ക് ആ ഒരു മിക്സിലേക്ക് വരും. അത് നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ശരിക്കും മനസ്സിലാവും. അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് മൈലാഞ്ചി പൊടിയാണ്. ഇതൊക്കെ ഞാൻ വാങ്ങി തന്നെയാണ്. നമ്മുടെ വീട്ടിൽ മൈലാഞ്ചി ഉണ്ടെങ്കിൽ അത് അരച്ച് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ മൈലാഞ്ചി പൊടി വാങ്ങിയിരിക്കുന്നത് 70 ഗ്രാമാണ് കേട്ടോ. 70 ഗ്രാമിന് ഒരു 100 രൂപ എങ്ങാനും വന്നിട്ടുണ്ട്. പക്ഷേ ഞാനിത് മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഏതാണ്ട് ഒരു 50 ഗ്രാമാണ് എടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. കാരണം എനിക്കിപ്പോൾ ഉള്ളില്ലാത്ത ഒരു കുറച്ച് അത്ര നീളം പോലും ഇല്ല, അത്രയും മുടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കിത് മതിയാകും. ഇതുപോലെ ഒരു പാക്കറ്റ് നമ്മൾ മുഴുവനായിട്ട് എടുക്കുകയാണെങ്കിൽ 1.5 ടീസ്പൂൺ നമ്മൾ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഇട്ടിട്ടില്ലേ അത് 2 ടീസ്പൂൺ ആക്കി എടുക്കുക കേട്ടോ. ഇനി വേണ്ടത് നെല്ലിക്കപ്പൊടിയാണ്. അതും ഞാൻ വാങ്ങി തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഉണക്ക നെല്ലിക്കയാണ് വേണ്ടതെങ്കിൽ നമ്മൾ ആയുർവേദ മരുന്നൊക്കെ കിട്ടുന്ന കടയിലെ അവിടെ നിന്ന് വാങ്ങിയാലും മതി. അതാണ് വാങ്ങുന്നതെങ്കിൽ അത് ഒരു പിടി എടുത്തിട്ട് നമ്മൾ ചായ തിളപ്പിക്കുമ്പോൾ അതിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് അരിച്ചെടുത്താൽ മതി. ഇത് പൊടി ആയതുകൊണ്ട് ഹെന്ന പൊടിയിൽ മിക്സ് ചെയ്യുന്നെന്ന് മാത്രം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 80 ഗ്രാമിന് 80 രൂപ തന്നെയാണ്. ഇത് നമ്മൾ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഒക്കെ എടുത്തിട്ടില്ലേ അതുപോലെ തന്നെ 1.5 ടീസ്പൂണാണ്. ഇത് നല്ല ഹീപ്ഡായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നെല്ലിക്ക തണുപ്പാണ്, അത് ബാലൻസ് ചെയ്യാൻ നമുക്ക് കാപ്പിപ്പൊടിയുണ്ട്, അത് കുറച്ച് ചൂടാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞങ്ങ് ഒഴിക്കണം. നമ്മുടെ ലെമണില്ലേ ഇതിപ്പം ഞാൻ ഒന്ന് തന്നെ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലുതാണെങ്കിൽ അതിൻ്റെ ഹാഫ് മതിയാകും. ഞാനിപ്പോൾ മുഴുവനായിട്ട് എടുത്തത് ഇത് ചെറുതായതുകൊണ്ടാണ്. അതങ്ങ് ഡയറക്റ്റായിട്ട് തന്നെ പിഴിയുന്നുണ്ട്, അല്ലാതെ ഇങ്ങനെ അരിച്ചിട്ട് ജ്യൂസാക്കിയൊന്നും എടുക്കുന്നില്ല. കുരുവൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. നമ്മളത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുമ്പോൾ എടുത്ത് മാറ്റിയാൽ മതി. ഇനി 1.5 ടീസ്പൂൺ നമ്മുടെ തൈരും കൂടെ ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ ഇതെല്ലാം അളവ് നോക്കിയിട്ട്, അതായത് ഇതൊന്നും അങ്ങ് കൂടുതലങ്ങും ആയി പോകണ്ട, കാരണം എല്ലാ തണുപ്പും കൂടെ ചേർന്നിട്ട് നമുക്ക് ജലദോഷമൊക്കെ പിടിക്കാനിടയായിട്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ, അതായത് തണുപ്പ് കൂടുതലുള്ള സാധനങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രമായിട്ട് എടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കണം. ഇനി ഇത് മുട്ടയുടെ മഞ്ഞ വേണ്ട, അതിങ്ങനെ സ്മെല്ലുണ്ടെന്നൊക്കെ തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം മാത്രം ഒഴിക്കാം. പക്ഷേ സ്മെല്ലുണ്ടാവില്ല, അത് ഉറപ്പാണ്. കാരണം ഇതിലിപ്പോൾ ഞാൻ എന്താണോ ചെയ്തത് അതങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. സ്മെല്ലുണ്ടാവുകയില്ല, കാരണം ആ മൈലാഞ്ചിയുടെ മണമാണ് നമ്മുടെ മുടിക്കുണ്ടാവുക. ഇനി ഇതെല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചായ കാപ്പി മിക്സ് ഇല്ലേ അത് അരിച്ച് വെക്കുക. അത് ഡയറക്റ്റായിട്ട് ഒഴിക്കരുത്, അത് അരിച്ചിട്ടാണ് ഇതിൽ ചേർക്കേണ്ടത്. നന്നായിട്ട് തണിയാൻ വേണം കേട്ടോ, അല്ലാതെ ഇളം ചൂടിലേക്കൊന്നും ഇതിലൊഴിക്കാൻ പാടില്ല. നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രം ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് യോജിപ്പിച്ചെടുക്കുക, അല്ലാതെ മുഴുവനായിട്ട് എടുക്കരുത്. ചിലപ്പോൾ അധികമായിട്ട് ലൂസായി പോകും. അപ്പോൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇപ്പോഴില്ലേ നമ്മൾ മെഹന്തിയൊക്കെ ട്യൂബിലല്ലേ വന്നത്. പണ്ട് നമ്മളൊക്കെ ചെറുതിൽ ആൻറ്റിയൊക്കെ ഇങ്ങനെ നമ്മൾ തറവാട്ടിലൊക്കെ പോകുമ്പോൾ മൈലാഞ്ചി ചെടിയിൽ നിന്ന് നമ്മൾ ഇലയൊക്കെ പറിച്ചിട്ട് അരച്ചിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഇട്ട് തരും. എന്നിട്ട് നന്നായിട്ട് ചുമക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിച്ചു തരും.
അതുപോലെ ചായേൻ്റെ വെള്ളയില്ലേ അതൊക്കെ തെളിച്ച് തരും. എന്നിട്ട് ഉണങ്ങി കിട്ടുമ്പോൾ ഓരോരുത്തരും കഴുകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കും. ചിലരുടെ നല്ല ഓറഞ്ച് ആയിരിക്കും, ചിലരുടെ നല്ല ഡാർക്ക് ചുവപ്പായിരിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഓർമ്മ വന്നത്. പിന്നെ ഇത് പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മുടെ ആ ഒരു ഇതില്ലേ ചെറുനാരങ്ങ ലെമണിൻ്റെ കുരുവൊക്കെ നല്ല റെഡായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇതുപോലെ മൈലാഞ്ചി ഓർമ്മകളുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ അതുപോലെ തന്നെ ഈ ഹെന്ന മിക്സിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇട്ടതുപോലെ തന്നെ ആയിരിക്കില്ല, നിങ്ങൾ എക്സ്ട്രാ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ടാവും. അതൊക്കെ എന്തൊക്കെയാണെങ്കിൽ അതും കൂടെ പറഞ്ഞു തരണേ. കാരണം നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ അറിയുമ്പോൾ എനിക്ക് ഇനി അപ്ലൈ ചെയ്യുമ്പം ആ മാറ്റങ്ങളനുസരിച്ച് ചെയ്യാമല്ലോ. എനിക്കിപ്പോൾ ചായൻ്റെ വെള്ളം കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്, അതവിടെ ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ രാത്രിയാണ് മിക്സ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ നാളെ രാവിലെയാണിത് തുറക്കുന്നത്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ഇരുമ്പിൻ്റെ അംശങ്ങളെല്ലാം അതിൻ്റെ സൈഡിലൊക്കെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് കുറച്ചും കൂടെ ഡാർക്കായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ശരിക്കും മനസ്സിലാവും. പക്ഷേ നിങ്ങൾക്കിത് വീഡിയോയിലത് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. നേരിട്ട് കാണുമ്പോൾ അങ്ങനെയല്ല കേട്ടോ, ഇരുമ്പ് സത്തും കൂടെ അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് മിക്സ് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ ബ്രഷും ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാണ്. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആരെങ്കിലും ഇത് നമുക്ക് തേച്ച് തരാനുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഒരു ഗ്ലൗസ് ഇടുന്നത് നന്നായിരിക്കും. ഞാൻ തന്നെയാണ് എൻ്റെ തലയിലേക്ക് ഇടുന്നത്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ ക്യാമറ എങ്ങനെയാണ് പിടിക്കുക എന്നുള്ളത്. എനിക്കിപ്പോൾ മോൾ ക്യാമറ പിടിച്ച് തരുന്നുണ്ട്, എന്നാലും അവൾ പിടിക്കുമ്പോൾ ഒന്ന് ഷെയ്ക്കാവുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് കാണുന്നത്. അപ്പം ഇതാണ് എൻ്റെ തലയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ മുന്നേ മൈലാഞ്ചി ഇട്ടതിൻ്റെ ഇതൊക്കെ മുടി വളർന്നതിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ പുതിയ മുടി പൊടിച്ച് വരുന്നത് കണ്ടോ, അവിടെയൊക്കെ നല്ല വെള്ളയായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പം ചെയ്യുന്നത് നമ്മൾ മുടിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് നമ്മൾ മൂർത്തിയില്ലേ നമ്മുടെ ആ ഒരു ഉച്ചി, അവിടെ നിന്ന് നമുക്ക് കുറച്ച് മുടി എടുത്തിട്ട് സ്കാൽപ്പിൽ നിന്ന് ഇങ്ങനെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ചെറുതായിട്ട് ചുറ്റിച്ചിട്ട് അവിടെ വെക്കുക. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നീളമുള്ള മുടികളാണെങ്കിൽ, അതായത് സ്ത്രീകളാണ് നമ്മൾ മൈലാഞ്ചി ഇടുന്നതെങ്കിൽ. ഇപ്പോൾ പുരുഷന്മാർക്കാണെങ്കിൽ ഇതിങ്ങനെ എന്തായാലും പറ്റില്ലല്ലോ. കണ്ടോ, ഇതുപോലെ അങ്ങ് ചുറ്റിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു വട്ടത്തിൻ്റെ മേലെയും നമുക്ക് അപ്ലൈ ചെയ്യാം. അതങ്ങ് ഒട്ടിപ്പിടിച്ച് നിന്നോളൂ. ഇനിയിപ്പം ബാക്കിയുള്ള ആ ഒരു കുറച്ചും കൂടെ മുടി എടുക്കുക, അവിടെ നിന്ന് സ്കാൽപ്പിൽ നിന്ന് അപ്ലൈ ചെയ്യുക. രണ്ട് സൈഡും അപ്ലൈ ചെയ്ത് നമ്മൾ ആദ്യം ചുറ്റിച്ചിട്ടില്ലേ അവിടത്തേക്ക് ഇതങ്ങ് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ചുറ്റിക്കുക. അങ്ങനെ ചുറ്റിച്ച് നമ്മൾ എന്താ പറയുക, നല്ല കുന്നുപോലെയാവും മൊത്തത്തിൽ കാണുമ്പോൾ. പക്ഷേ അത് മുഴുവനായിട്ട് ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇതിങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള നീറ്റ്നെസ് കുറവൊക്കെ ഉണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് മുടിയൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് നേരെ ഒന്നും കിട്ടുന്നില്ല. എന്നാലും നിങ്ങളിപ്പം വീട്ടിൽ വേറെ ആരെയും കൊണ്ട് ചെയ്ത് തരുവാണെങ്കിൽ കുറച്ചും കൂടെ വൃത്തിയായിട്ട്, അതായത് നമുക്കൊരു കോമ്പ് കൊണ്ട് ചീകിയതിന് ശേഷം ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇത് പാർലറിൽ പോയിട്ടാണെങ്കിൽ നമ്മളൊന്ന് വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. പക്ഷേ എന്തിനാണ് വെറുതെ കാശ് കളയുന്നത്, ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ തലേ ദിവസം വേണമെങ്കിൽ ഷാമ്പൂ ഇട്ടിട്ട് മുടി നന്നായിട്ട് കഴുകിയതിന് ശേഷം പിറ്റേ ദിവസം ഇത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എൻ്റെ മുടി ഭയങ്കര എന്താ പറയുക, ഒരൊഴുക്ക മട്ടിലാണ്, ഉള്ളിലൊന്നും തീരെ മുടിയില്ല, കട്ടി വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്കിപ്പം എണ്ണ ഇടാൻ എളുപ്പമാണ്. പക്ഷേ പുറത്തിറങ്ങുമ്പോൾ എന്താ പറയുക, മുടി ഇങ്ങനെ ആയതുകൊണ്ട് ഇനിയിപ്പം പുതിയ മുടികളൊക്കെ വരുമോയെന്നൊന്നും അറിയില്ല. ഉള്ള മുടി എന്താണ് നമുക്ക് പൊഴിഞ്ഞു പോകാതെ നോക്കാം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഇടുന്നുണ്ട്. ഈ മുടി കളറാക്കുക എന്നുള്ള മാത്രമല്ലല്ലോ, നമ്മുടെ മുടിയുടെ ഹെൽത്തിനും അത് നല്ലതല്ലേ. അതുകൊണ്ട് ഇതിപ്പം 2-3 ആഴ്ച കൂടുമ്പോൾ ചെയ്യാറുണ്ട്. ഇടയ്ക്കങ്ങ് മടി പിടിച്ചു പോകും കേട്ടോ. കാരണം അങ്ങനത്തെ ഒരു മടിയുടെ അസുഖം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? കാരണം ഇത് ഇങ്ങനെ മിക്സ് ചെയ്യണ്ടേ, അപ്ലൈ ചെയ്യണ്ടേ, ഇങ്ങനെ ഈ വെയിറ്റ് ചെയ്യണ്ടേ, അങ്ങനെയുള്ള ചിന്ത ഇടയ്ക്കങ്ങ് വരുമ്പോൾ 3 ആഴ്ചയൊക്കെ മാറി 4 ആഴ്ചയൊക്കെ ആയിപ്പോവും. അതുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ പൊടിച്ച് വരുന്ന മുടിയൊക്കെ നല്ല വെള്ളയിൽ കണ്ടത്. ഇനിയിപ്പം ഞാനത് കഴുകിയെടുത്തിട്ട് എന്താണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല കേട്ടോ. കാരണം നമ്മൾ എണ്ണ ഇട്ടിട്ട് കഴുകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓറഞ്ച് നിറം തന്നെ ഉണ്ടാവുക, അല്ലാതെ നല്ല റെഡൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു 2 ആഴ്ച കൂടുമ്പോൾ തന്നെ എണ്ണ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടുവാണെങ്കിൽ നല്ല റെഡായിരിക്കും. എൻ്റെ ചേച്ചിയൊക്കെ അങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടുന്നത് കൊണ്ട് തന്നെ അതിങ്ങനെ എന്താണ് മുഴുവനായിട്ട് എന്താണ് പോയി പുതിയത് വരാനൊന്നും വെയിറ്റ് ചെയ്യില്ല. ഈ 2 ആഴ്ച കൂടുമ്പോൾ തന്നെ അങ്ങ് ഇടുന്നത് കൊണ്ട് നല്ല ഡാർക്ക് റെഡ് കിട്ടും. പക്ഷേ എനിക്ക് ഈ മടിയുള്ളത് കൊണ്ട് ഓറഞ്ച് തന്നെയാണ് എൻ്റെ ഹെന്ന മിക്സിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു ഉഷാറ് പോലെ അങ്ങ് ചെയ്തോ.
അപ്പം നമ്മൾ ഹെന്ന ഇട്ട് കഴിഞ്ഞാൽ ഓറഞ്ച് ആയിരിക്കുമല്ലോ, അതിന് ശേഷം അപ്ലൈ ചെയ്യുന്ന കാര്യമാണ് ഈ ഒരു നീലാമരി ഇൻഡിഗോ പൗഡറില്ലേ. ഇതിപ്പം ഓൺലൈനിലൊക്കെ കിട്ടുന്നുണ്ട്, അത് മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെ ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഡിഗോ പൗഡറും ഞാനിപ്പം ഇവിടെ വാങ്ങിയത് 70 ഗ്രാം തന്നെ. ഇതിന് 150 രൂപയാണ് കേട്ടോ. ഇതും ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടില്ല, കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. ഏതാണ്ട് ഒരു 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇളം ചൂടുവെള്ളം, അതായത് നല്ല തിളച്ച വെള്ളമല്ല, ഇളം ചൂടുവെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഹെന്ന ഇട്ടിട്ട് കഴുകി, വേണമെങ്കിൽ നമുക്കിത് പിറ്റേ ദിവസം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ആദ്യത്തെ ദിവസം ഹെന്ന ഇട്ടിട്ട് ഒരു 2 മണിക്കൂർ, അത് ശരി, അതെന്നോട് മറന്നുപോയി, ഒരു 2 മണിക്കൂർ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. വേഗം തന്നെ ഹെന്ന ഇട്ടിട്ട് കഴുകരുത്. നമ്മൾ കയ്യിലൊക്കെ മൈലാഞ്ചി ഇട്ടിട്ട് ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടി കാത്തു വെക്കുന്നില്ലേ, അതുപോലെ മിനിമം 2 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഇത് ഞാൻ കഴുകിയത് ഹെന്ന. അപ്പോൾ ചിലപ്പോൾ ഞാൻ രാവിലെ ഇട്ടിട്ട് ഉച്ചക്കൊക്കെയാണ് കഴുകുക. പക്ഷേ നിങ്ങൾക്ക് തണുപ്പ് പിടിക്കുന്ന പ്രശ്നമാണെങ്കിൽ ഉച്ചവരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട, 2 മണിക്കൂർ ഇട്ടിട്ട് കഴുകിക്കോ. എന്നിട്ട് നമുക്ക് അന്ന് സമയമില്ലെങ്കിൽ പിറ്റേ ദിവസം ഇത് അപ്ലൈ ചെയ്താൽ മതി. ഞാനിപ്പോൾ അപ്പം തന്നെയാണ് ഇതും കൂടെ, അതായത് കഴുകി നന്നായിട്ട് തോർത്തിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ ആ ഓറഞ്ച് നിറം മുടി എൻ്റെ അടുത്ത് കാണിക്കാൻ വിട്ടു. ഈ നീലാമരി ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഹെന്ന റെസ്റ്റ് ചെയ്യാൻ വെച്ചതുപോലെ ഒരു രാത്രി മുഴുവൻ അല്ലെങ്കിൽ ഓവർനൈറ്റ് ഒന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട, അപ്പോൾ തന്നെ തലയിൽ തേച്ച് പിടിപ്പിക്കാം. ഇതും ഹെന്ന ഇട്ടതുപോലെ തന്നെ ബ്രഷ് കൊണ്ട് തന്നെയാണ് ഇട്ടത്. അത് കാണിക്കുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ബോറടി ആവില്ലേ, അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് 1 മണിക്കൂർ പിടിപ്പിച്ചാൽ മതി കേട്ടോ. ഹെന്ന നമ്മൾ 2 മണിക്കൂറല്ലേ മിനിമം പറഞ്ഞത്, ഇത് 1 മണിക്കൂർ നമ്മൾ പിടിപ്പിച്ചിട്ട് കഴുകി കഴിഞ്ഞാലുള്ള റിസൾട്ടാണ് നിങ്ങളിത് കാണുന്നത്. ആ ഓറഞ്ച് മാറിയിട്ട് ഒരു ഡാർക്ക് ബ്രൗണിലേക്കാണ് വരുന്നത്, അല്ലാതെ ഇതിങ്ങനെ അപ്പടി കറുപ്പ് നിറമൊന്നും കിട്ടുന്നില്ല, ബ്രൗൺ കളർ. ഇതിലിപ്പോൾ നമ്മൾ ക്യാമറയിൽ ഫിൽറ്ററോ അല്ലെങ്കിൽ എഫക്റ്റ് കൂട്ടുകയോ കുറക്കോ ഒന്നും ചെയ്തിട്ടില്ല. എങ്ങനെയാണോ എനിക്ക് കിട്ടിയ റിസൾട്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയോ, ഇപ്പോൾ ഈ 2 ആഴ്ച കൂടുമ്പോൾ ഹെന്ന ഇട്ടിട്ട് പിറ്റേ ദിവസം ഇതേപോലെ നീലാമരി ഇടുമ്പോൾ ഒരു ബ്രൗണിഷ് കൂടി വരും. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ആ ഒരു കറുപ്പ് മുടികളുടെ കൂട്ടത്തിൽ അതങ്ങ് സിങ്കായി അങ്ങ് പോകും, പെട്ടെന്ന് എടുത്തു പിടിക്കുകയൊന്നുമില്ല. അല്ലാതെ നമ്മൾ മൈലാഞ്ചി മാത്രം ഇടുമ്പോൾ ഒരു റെഡ് ഓറഞ്ച് കളറിലാണ് നമുക്ക് എടുത്തു പിടിക്കും. ഈ ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുമ്പോൾ നമ്മളൊരു കളർ ചെയ്തതുപോലെയോ അല്ലെങ്കിൽ നമ്മളെ ആ ബ്ലാക്ക് കളറിൻ്റെ കൂടെ അങ്ങ് മിക്സായിട്ട് വരുന്നത് പോലെ അങ്ങ് തോന്നും. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ ഹെന്ന ഇടാതെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഹെന്ന ഇട്ട ആ ഒരു റെഡ് മുടിയിൽ മാത്രമേ നീലാമരി പിടിക്കുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ ഡയറക്റ്റ് നീലാമരി മാത്രം ഇടാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കല്ലേ. താങ്ക്